ഹായ്, ഞാൻ ഉമേഷ്. ഒരുപാട് കാലം നിങ്ങൾ യൂട്യൂബ് വഴി നമ്മുടെ ഒരു ചാനൽ കണ്ടിട്ടുണ്ടാവും. അത് ഗ്രേസൺ ഇൻഫോ സിസ്റ്റം എന്ന പേരിലാണ് അറിയപ്പെട്ട് ഇരുന്നത്. ആ ചാനൽ ഏകദേശം ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് വീഡിയോസൊന്നും ഇടാനുള്ളൊരു മാനസികാവസ്ഥയും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും ഞങ്ങൾക്ക് പുതിയൊരു ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗ്രേസൺ ഇൻഫോ സിസ്റ്റം എന്ന പേരിൻ്റെ ഷോർട്ട് ഫോമായ GAS എന്നായിരിക്കും ഈ പുതിയ ചാനലിൻ്റെ പേര്. അപ്പോൾ അങ്ങോട്ടുള്ള എല്ലാ വീഡിയോയ്ക്കും GAS എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ പറയുന്നതും. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇൻട്രോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ പ്രിയപ്പെട്ട ഷബിനൊരു സിസ്റ്റം അസംബ്ലിയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗെയിമിംഗ് PC എന്നോ അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം എഡിറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു PC ആണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മെഷീനാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ബാക്കിയുള്ള ഇൻട്രോ നമ്മുടെ ഷബിൻ പറയുന്നതായിരിക്കും. അപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് H110 PowerXൻ്റെ മദർ ബോർഡാണ്. DDR4 RAM സപ്പോർട്ട് ചെയ്യുന്ന ബോർഡാണ്. അതുപോലെ തന്നെ ഇൻ്റൽ ഐക്കോറിൻ്റെ i7 7th ജനറേഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 7700 എന്നുള്ള പ്രോസസ്സറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 3.60 GHz സ്പീഡാണ് ഇതിൽ വരുന്നത്. അതിനായി 16 GB ക്രൂഷ്യൽ റാം ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. DDR4 ആണ്. 3.2 ആണ് ഇതിൻ്റെ സ്പീഡ് വരുന്നത്. അതുപോലെ OSന് കരുത്ത് പകരാനായി നമ്മുടെ സ്പെഷ്യൽ ക്രൂഷ്യൽ 500 GB P3 പ്ലസ് 4.0 NVMe M.2 SSD ആണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ സ്പീഡ് വരുന്നത് 4700 MB/s ആണ്. അതുപോലെ ഡേറ്റ സ്റ്റോറേജിനായി ക്രൂഷ്യൽ BX 500 GB SSD. അടുത്തതായി ഇതിന് പ്രധാനപ്പെട്ട ഒന്നാണ് പരിചയപ്പെടുന്നത്. ഇത് GeForce RTXന്റെ 3050 എന്ന് പറയുന്ന 6 GB DDR6 GPU, അതായത് ഗ്രാഫിക്കൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. NVIDIAയുടെ ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. സോട്ടക് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത്. PowerXൻ്റെ 460 വാട്ട്സ് വരുന്ന പവർ സപ്ലൈ ആണ് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. നമ്മുടെ സിസ്റ്റത്തിന് വേണ്ടി കീബോർഡും മൗസും ഡെല്ലിൻ്റെ കോംബോ ആണ് എടുത്തിരിക്കുന്നത്. മൗസ് ആൻഡ് കീബോർഡ് വരുന്നത് വയർലെസ് ആണിത്. ന്യൂമറിക്കിൻ്റെ UPS ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം കാലങ്ങളായി മാർക്കറ്റിൽ നിലനിന്ന് പോകുന്ന ഒരു ബ്രാൻഡാണ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ബ്രാൻഡ് തന്നെയാണ്. ലെഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഒരു പ്രോഡക്റ്റാണിത്. അടുത്തതായി ഫ്രണ്ടെക്കിൻ്റെ ഗെയിമിംഗ് ക്യാബിനറ്റ് ആണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. FT4362 എന്ന് പറയുന്ന ഒരു മോഡലാണ്. വിത്ത് RGB ആണ്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. അസംബിൾ ചെയ്ത നമ്മുടെ പ്രിയ സ്നേഹിതൻ. അപ്പോൾ ഇതുപോലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി സിസ്റ്റവും മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അഥവാ എന്തെങ്കിലുമൊക്കെ എൻക്വയറിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ലേൺ ചെയ്യണമെങ്കിലോ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.
അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അസംബ്ലി വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ പുതിയ ചാനൽ എല്ലാവരും വിജയിപ്പിക്കുക. മാക്സിമം അത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഗേൾസ്. ഇനി ഇതിൻ്റെ വോയിസും കൂടെ ചെയ്താൽ മതി. അപ്പം നമ്മുടെ വിൻഡോസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു ഈ സിസ്റ്റത്തിൽ. അപ്പോൾ എത്ര ബൂട്ട് ചെയ്യുന്ന ഒരു സ്പീഡും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്കിപ്പോൾ ഒന്ന് ഓണാക്കി നോക്കാം. ഷെബിൻ, ഓക്കെ, ഇപ്പം പവർ ഓൺ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പം മദർ ബോർഡിൻ്റെ ലോഗോ കാണിക്കുന്നത് മുതലാണ് നമ്മൾ കൗണ്ട് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് നോക്കാം. ലോഗോ കാണിച്ചു കഴിഞ്ഞു. വൺ എന്ന് പറയണ്ട, അതിനു മുമ്പ് സാധനം ഓണായി എത്തി. അതാണ് ഇതിൻ്റെ ഫാസ്റ്റ്. ലോഗോ കാണിച്ച് 1-2 സെക്കൻഡുകൾ പോലും എടുത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പെർഫോമൻസ് ബേസ് എത്രയാണെന്ന് മനസ്സിലായി കാണും. അപ്പോൾ നമുക്ക് ഈ PC ഷെബിനെ ബിൽഡ് ചെയ്ത് കൊടുക്കാൻ എത്ര രൂപയ്ക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കസ്റ്റമേഴ്സിന്? ഈ ഇപ്പം നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് ഇത് നമുക്കൊരു 48 രൂപ റേഞ്ചിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ഞാൻ തന്നെ അതിശയിച്ച് പോയി. നമ്മൾ ഷബിനൊക്കെ വണ്ടർ അടിച്ച് നിൽക്കുകയാണ്, ഇത്രയും സെക്കൻഡുകൾ കൊണ്ട് തോണായി വരും എന്നുള്ള കാര്യം കൊണ്ട്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഷെബിന് എന്താണ് പിന്നെ പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളിതുപോലെ തന്നെ ടെക് വീഡിയോസും കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരൊക്കെയും നന്ദി, നമസ്കാരം.